നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? എന്റെ പേര് വിദ്യ. ഇപ്പോ ചേച്ചി ഇവിടുത്തെ വാർഡ് മെമ്പർ ആണല്ലോ ഈ പള്ളിപ്പുറം പഞ്ചായത്തിലെ. ഇവിടെ CPM-ന്റെ ഒരു കുത്തക സീറ്റ് തകർത്ത് മുന്നോട്ട് വന്ന ഒരാൾ കൂടിയാണ്. എത്ര വർഷത്തെ CPM-ന്റെ ഒരു ഭരണമാണ് ഈ ഒരു വാർഡിൽ ചേച്ചി അവസാനിപ്പിച്ചത്? CPI-യുടെ വാർഡാണിത്. 16-ാം വാർഡായിരുന്നു എന്റെ വാർഡ്. CPI-യുടെ കാലാകാലങ്ങളായിട്ട് CPI ഭരിച്ച ഒരു വാർഡാണ്. അതിനകത്ത് ഒരു 5 കൊല്ലം മാത്രം കോൺഗ്രസ് ഒരു AK പത്മജൻ എന്ന് പറഞ്ഞ വലിച്ചാണ് കയറിയത്. പുള്ളി ഇപ്പം മരിച്ചുപോയി. അപ്പൊ പിന്നെ കയറിയ ആദ്യത്തെ പള്ളിപ്പുറം പഞ്ചായത്തിലെ ആദ്യത്തെ BJP സ്ഥാനാർത്ഥിയായിരുന്നു. ജയിച്ചത് ഞാൻ മാത്രമാണ്. അന്ന് പലരും 5 സീറ്റോളം നമുക്ക് സെക്കൻഡ് വന്നായിരുന്നു. അതിൽ എന്നെ സംബന്ധിച്ച് ഈ വാർഡ് എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് 2 കോളനികൾ നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇവിടുത്തെ അത്യാവശ്യം എല്ലാ വർക്കുകളും ഇപ്പൊ കോൺട്രാക്ട് കഴിഞ്ഞ 2 വർക്ക് മാത്രം ഈ ഇലക്ഷൻ കാരണം പെൻഡിങ് വന്നിട്ടുള്ളൂ. ബാക്കി ആ വർക്കുകൾ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി വർക്ക് ആവും. ഇപ്പൊ ബാക്കി എല്ലാ വർക്കുകളും എൻ്റെ ഏകദേശം തീർന്നിട്ടുണ്ട്. അത്യാവശ്യം തോടുകളെല്ലാം ക്ലീൻ ചെയ്ത്, പിന്നെ റോഡുകളാണെങ്കിലും ഒരു 6 മാസം 1 വർഷം കൂടുമ്പോൾ ഞങ്ങൾ എന്തായാലും തൊഴിലുറപ്പ് സംവിധാനം വെച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ നാട്ടുകാരും പ്രവർത്തകരും BJP പ്രവർത്തകരും കൂടി ചേർന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നു എന്റെ പ്രവർത്തനം. BJP-യെ സംബന്ധിച്ച് ഒരു ആദ്യത്തെ ഇവിടെ നിന്ന് വിജയിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് പോകുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു ആ സമയത്ത് അവരെ പരാജയപ്പെടുത്തിയ സമയത്ത്? ആദ്യ സമയങ്ങളിൽ ഞാൻ കയറിയ സമയത്ത് എന്റെ റോഡ്, അതായത് ഈ മെയിൻ എൻട്രൻസ് റിലയൻസിന്റെ അപ്പുറം കിടക്കുന്ന റോഡ്, അന്ന് റിലയൻസ് വന്നിട്ടില്ല. ആ സമയത്ത് ആ റോഡ് വളരെ അവശനിലയിലായിരുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് ആ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യിക്കില്ല എന്നുള്ള രീതിയിൽ സംസാരവും കാര്യങ്ങളും 2 കൊല്ലത്തോളം ആ വർക്ക് ഇഴഞ്ഞു നീങ്ങിപ്പോയി. 2023 മാർച്ച് 28-ാം തീയതിയാണ് നമുക്ക് ആ വർക്ക് തീർക്കാൻ പറ്റിയത്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഒരുപാട് ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ അവിടെ നമ്മുടെ ഈ OLH കോളനിയിൽ ഒരു കോളനിയുടെ ഭാഗമായി സാമൂഹ്യ സേവാ സംഘം റോഡ് എന്ന് പറഞ്ഞ റോഡ് നമ്മൾ പണിതിട്ടുണ്ട്. ആ റോഡ് പണിയുന്ന സമയത്ത് അവിടെ തീരദേശത്തുള്ള കുറച്ച് വീടുകളുണ്ട്. ഒരു 5-6 കുടുംബങ്ങളുണ്ട്. അപ്പൊ ആ കുടുംബങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഇല്ല. 2 തോട് കടന്ന് വേണം വീട്ടുകാർക്ക് പോകാനായിട്ട്. ആ വഴി പഞ്ചായത്ത് മുൻകൈ എടുത്ത് കോൺട്രാക്ടർക്കും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ആ വഴി തുടച്ചു നീക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അവർക്ക് ആ വഴി കൊടുക്കാൻ സാധിച്ചിട്ടില്ല പാലം പണിയാനായിട്ട്. അതായത് നമുക്കതൊരു ചെറിയ ഫണ്ടും കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. പഞ്ചായത്തിന്റെ ഫണ്ട് 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം രൂപയാണ് നമുക്ക് തരുന്നത്. ശരിക്കും അത് വസ്തേരി തോടിൽ നിന്ന് കയറുന്ന ഭാഗമായതുകൊണ്ട് തന്നെ നമുക്കതിന് ചിറ കെട്ടണമെങ്കിൽ തന്നെ നല്ലൊരു ഫണ്ട് വേണ്ടി വരും. അപ്പൊ ഇറിഗേഷനിലും മേജറിലും മൈനറിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ MLA ഫണ്ട് അനുവദിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ MLA ഫണ്ട് അനുവദിച്ച് തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു വിഷയം അവിടെ നിപ്പുണ്ട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അത്. ആ ഒരു ഇതില് ബാക്കി എല്ലാ വർക്കുകളും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട മുനമ്പം വിഷയം, അത് ചേച്ചിയുടെ തൊട്ടടുത്ത വാർഡിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളിലും പ്രതിഷേധങ്ങളിലെല്ലാം വഖഫ് ബോർഡിനെതിരായിട്ട് അവിടെ സമരത്തിലെല്ലാം ചേച്ചി പങ്കെടുത്തിരുന്നു. അതെ, ഞാൻ പങ്കെടുത്തിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പൗരന്റെ അവകാശം നിഷേധിക്കലായിരുന്നു അത് ശരിക്കും പറഞ്ഞാല്. കാരണം അവര് കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമി അവർക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞത് എന്ത് വകുപ്പിലാണ് ന്യായം എന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് നമ്മ താമസിക്കുന്ന ഭൂമി നാളെ നമ്മുടേതല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇന്നിപ്പോ അവർക്ക് സംഭവിച്ചത് നാളെ നമുക്ക് സംഭവിച്ചുകൂടാതില്ല. കാരണം അങ്ങനെയാണ് ഈ നാടിന്റെ പോക്ക് ഇപ്പൊ. കാരണം ഒരു വിഭാഗം പറയുന്നു നമ്മുടെ ഭൂമി അവരുടേതാണെന്ന്. ആ ഭൂമി ഇന്ന് മൂനമ്പത്ത് വന്നെങ്കിൽ നാളെ നമുക്ക് വന്നുകൂടാവുന്നില്ലല്ലോ. കാരണം അതായത് സർക്കാരിന്റെ സപ്പോർട്ട് കൂടി നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ BJP മാത്രമേ അവിടെ മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ടുള്ളൂ. ഇന്നും അവരുടെ കൂടെ ഉണ്ട്. ഇത് നമ്മ ഏതറ്റം വരെയും പോകാനാണെങ്കിൽ നമ്മൾ തയ്യാറാണ് അവരുടെ അവകാശം നേടിക്കൊടുക്കാനായിട്ട്. BJP ഒരു വിഷയം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ അവിടുത്തെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിന്റെ അടക്കം ഒരു അവസ്ഥ എന്താകുമായിരുന്നു എന്നാണ് ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാട്? എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ അവരിപ്പോ സ്ഥലം എല്ലാവരും വിട്ടിട്ട് പോകേണ്ടത് വന്നാണ്. കാരണം അവിടെ ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കാർ വരെ അവർക്ക് സപ്പോർട്ടായി. സർക്കാർ ഈ ഭൂമിക്ക് പകരം വേറൊരു ഭൂമി കൊടുക്കാൻ, അതും ശരിയല്ലല്ലോ. നമ്മുടെ
നമ്മുടെ ഭൂമികൾ, അത് നമ്മുടെ കേരളത്തിന്റെ സ്വത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വത്ത് അങ്ങനെ വേറൊരു വിഭാഗത്തിന് വേണ്ടി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയായിരുന്നു ഈ ഭൂമി ഇപ്പൊ കൂട്ടിപ്പിടിച്ചതെന്നാണ് എൻ്റെ ഒരു അറിവ്. എൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ ഞാൻ പലരോടും ഇതിനെക്കുറിച്ച് ആരാഞ്ഞപ്പോഴും ചോദിച്ചറിഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. കാരണം ഈ ഭൂമിക്ക് പകരം അവർക്ക് ഒരു 400 ഏക്കർ ഭൂമി, എന്ത് വകുപ്പിലാണ് അത് കൊടുക്കണേന്ന് പോലും നമുക്കറിയില്ല. കാരണം ഇത് വഖഫിന്റെ അല്ലാത്ത ഭൂമിക്ക് വഖഫിന്റെ ആക്കി നമ്മ ഒരു 400 ഏക്കർ ഭൂമി കൊടുക്കണം. അത് എന്തിനു വേണ്ടി? നമ്മുടെ കേരളത്തിൽ എത്രയോ പട്ടിണി പാവങ്ങൾ ഉണ്ട്, ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്തവർക്ക്. അവർക്ക് വേണ്ടി ആ ഭൂമി അനുവദിച്ചു കൊടുക്കൂ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ ഈ മേഖലയിലുള്ള ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു BJP-യോടുള്ള ഒരു മനോഭാവത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നാണ് ചേച്ചി മനസ്സിലാക്കിയിരിക്കുന്നത്? എന്നെ സംബന്ധിച്ച് എൻ്റെ ഏരിയയിൽ ക്രൈസ്തവർ വളരെ കുറവാണ്. പക്ഷെ എന്നാലും ഈ ഒരു സംഭവം നടക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഭയങ്കര ഇമോഷണലായിട്ട് അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. പിന്നെ അതേപോലെ തന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോടുള്ള ഇപ്പൊ ഈ എൻ്റെ കൂടെയുള്ള വലിച്ചൻ നമ്മുടെ പുള്ളിക്കാരൻ എന്നോടത്ത് പറഞ്ഞിട്ടുണ്ട്, മോളെപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാവണം, മോളാണ് ഞങ്ങളുടെ പ്രചോദനം. ഇപ്പോഴും എന്നോട് പറഞ്ഞു, മോളിപ്പോ പോകുമ്പോൾ എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ മുമ്പിൽ വരണം, കാരണം ഞങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ BJP-യുടെ ഒരു പള്ളിപ്പുറം പഞ്ചായത്തിലൊരു സ്ഥിതി കഴിഞ്ഞ വട്ടത്തേക്കാൾ ഏത് തരത്തിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നല്ല രീതിയിൽ തന്നെ മുന്നേറ്റം ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാലും പല വാർഡുകളും നമുക്ക് പിടിക്കാൻ സാധിക്കും. അത്ര വലിയ മാറ്റങ്ങളുണ്ടോ? അത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കണത് ഇപ്പൊ പല വിഷയങ്ങളും നമുക്കുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമല പ്രശ്നത്തിൽ ശരിക്കും ഹിന്ദുക്കളെ അടിച്ചമർത്തി ഇരുത്തണ ഒരു സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ഉള്ളത് മുഴുവൻ കൊള്ളയടിച്ച്, ഇനി കൊള്ളയടിക്കാൻ അവിടെ അയ്യപ്പൻ ഉണ്ടാകുന്ന പോലും ഒന്നും അറിയാത്ത ഒരവസ്ഥയിലാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ വെർച്വൽ ക്യൂ എന്നും പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്ന് അവിടെ മറ്റൊരു സംവിധാനങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഈ വെർച്വൽ ക്യൂ എന്ന് പറഞ്ഞത്. ഇപ്പൊ മലയ്ക്ക് പോയൊരു നിലയ്ക്കലും സന്നിധാനത്ത് കയറാൻ പറ്റാണ്ട് നിലയ്ക്കല് വന്നിട്ട് മാല ഊരിപ്പോരുന്ന അവസ്ഥ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെ പോലുള്ള ഒരു ഭക്തന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എത്രയോ 41 ദിവസം കറ തീർന്ന് നോൻപെടുക്കുന്ന വ്യക്തികളാണ് നമ്മള്. അവര് അവിടെ ചെല്ലുമ്പോൾ അയ്യപ്പനെ കാണാണ്ട് വരുന്ന ഒരവസ്ഥ വളരെ പരിതാപകരമാണ്. എനിക്കത് ഭയങ്കരമായിട്ട് പ്രതിഷേധമുള്ള ഒരു വിഷയമാണത്. കാരണം ഇന്ന് CPM ആയിക്കോട്ടെ ആരായിക്കോട്ടെ ആര് ഭരിച്ചാലും നമ്മുടെ അതായത് കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു അമ്പലമാണത്, ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് ഇങ്ങനെ അപമാനിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെതിരെ ഈ ഭക്തജനങ്ങളുടെ ഒരു പ്രതിഷേധം വോട്ടായിട്ട് BJP-ക്ക് അനുകൂലമാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വോട്ടായിട്ട് പ്രതീക്ഷിക്കണില്ലെങ്കിലും എനിക്ക് ഭക്തരോടും മറ്റുള്ള ആൾക്കാരോടും പറയാനുള്ളൂ, ഇനിയെങ്കിലും നിങ്ങൾ ഹിന്ദുക്കള് ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും നിങ്ങളുടെ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ അത് കൈവിടാതെ സൂക്ഷിക്കുക. കാരണം ഒരു പാർട്ടിക്കും, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിങ്ങളുടെ വിശ്വാസങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയുമ്പോൾ അതൊരു വർഗീയവും, ഞാൻ ഒന്നാമത്തെ BJP-കാരത്തിയാണ്, ഞാൻ ഹിന്ദുവിനെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രം വേണ്ടി പറയുന്നു എന്ന് പറയാം. എനിക്ക് അങ്ങനെയല്ല, എന്ത് ഒരു മതസ്ഥരെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓരോ മതങ്ങളിലും നല്ല കാര്യങ്ങൾ മാത്രം, അവിശ്വാസമില്ല എനിക്ക്. പക്ഷെ അതിനകത്ത് ദുഷ്ടചിന്തകളൊന്നും എനിക്ക് കൈ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ അടിച്ചമർത്തൽ ഒഴിവാക്കാനുള്ള സംവിധാനം എന്തെങ്കിലും, അതായത് ഹിന്ദുക്കളെ തന്നെ മേൽക്കൈയെടുത്ത് ഇതിനെ ഒരു അറുതി വരുത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവിധ വിജയാശംസകളും. ഓക്കെ, താങ്ക് യു.